Hi everyone, welcome back. നമ്മൾ അടുത്ത വീഡിയോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ചാപ്റ്റർ 3 റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഫ്രഷ് ഇഷ്യൂ. അതായത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഫ്രഷ് ഇഷ്യൂ. അപ്പോൾ കുറച്ച് എന്ത് ചെയ്യണം, ഫ്രഷ് ഇഷ്യൂ ചെയ്യണം, കുറച്ച് പ്രോഫിറ്റ് നിന്ന് എടുക്കണം. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ടോ. ഓക്കെ, ഇതിലെന്താണ് പാർട്ട്ലി നമ്മൾ എന്താണ് ഫ്രഷ് ഇഷ്യൂ ചെയ്യുക, പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് ചെയ്യാത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വായിക്കാം. എക്സ് ലിമിറ്റഡ് ഹാസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ക്യാപിറ്റൽ ഇൻ 1000 redeemable preference shares of 100 each. Okay, the shares have now become due for redemption. redemption ചെയ്യാനായിട്ടുണ്ട് എന്നർത്ഥം. അതായത് 1000 ഡിബഞ്ചർ ഉണ്ട്, 100 രൂപ. അപ്പൊ എത്ര വരും? 1,00,000 രൂപന്റെ റിഡംഷൻ നടത്താൻ. ഇറ്റ് ഹാസ് ബീൻ ഡിസ്കവേർഡ് ദാറ്റ് ദ കമ്പനി ഇസ് റിസർവ് ഫണ്ട് എമൗണ്ട് ടു 75,000. കമ്പനിന്റെ റിസർവ് 75,000 ഉണ്ട്. Rupees 50,000 out of which has been decided to be utilized in connection with the redemption. അപ്പോൾ പ്രോഫിറ്റ് ഇന്ന് 50,000 റിഡംഷന് വേണ്ടി ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. The balance being met out of fresh issue of sufficient number of equity shares of 20 each fully paid. അപ്പൊ ഇനി ബാലൻസ് എന്തുണ്ട്? 50,000 ഉണ്ട്. 1,00,000 ആകെ റെഡീം ചെയ്യുന്നത്. അതിൽ 50,000 രൂപ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് നിന്ന് എടുക്കണം. ബാക്കി 50,000 എവിടെ നിന്ന് എടുക്കണം? 20 രൂപന്റെ ഫ്രഷ് ഇഷ്യൂ ഇക്വിറ്റി ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് പുതുതായിട്ട് എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം? 50,000 ഡിവൈഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എത്ര? 2,500 പുതിയ ഷെയർ ഇഷ്യൂ ചെയ്താലാണ് എന്ത് ചെയ്യാം? വർക്ക് ആവുക. അപ്പൊ ഇതിന്റെ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക നോക്കാം. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് റിസർവ് ഫണ്ട് 75,000 ഉണ്ട്, അതിൽ 50,000 എടുത്തിട്ട് CRRലേക്ക് മാറ്റാം. നമ്മുടെ ജേണൽ എൻട്രി ചെയ്ത എന്താ? ജേണൽ എൻട്രി റിസർവ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. എത്ര? നമ്മൾ റെഡീം ചെയ്യുന്നതിന്റെ പ്രോഫിറ്റ് നിന്ന് റെഡീം ചെയ്യുന്നതിന്റെ ഫേസ് വാല്യൂ മതി. ഓക്കെ, അപ്പൊ 50,000 മതി. ഇനി നമുക്ക് പുതിയ 2,500 ഷെയർ ഇഷ്യൂ ചെയ്യണം. അതിന്റെ ജനറൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നരേഷനൊക്കെ കൊടുക്കണേ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. നരേഷൻ എന്തെങ്കിലും ഇത് എന്താണ് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ റിഡംഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ്. 2,500 ഷെയർ ആണ് ഇഷ്യൂ ചെയ്തത്. ആ നരേഷൻ കൊടുക്കുക. ഓക്കെ, 50,000. ഇനി നമുക്ക് റെഡീം ചെയ്യാണ്. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. എത്ര? 1,00,000. 1,00,000. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബാങ്ക് എത്ര? 1,00,000. ഇതാണ് ഇപ്പൊ ജേണൽ എൻട്രി ഉള്ളത്. സിമ്പിൾ പരിപാടി. നമുക്ക് എന്ത് ചെയ്യണം? റിഡംഷന്റെ നമ്പർ ഓഫ് ഷെയർസ് വേണ്ടേ? അതിന് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എത്ര? അല്ല, ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ എത്ര? അത് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ 50,000. ഫേസ് വാല്യൂ ഓഫ് ന്യൂ ഷെയർ എത്ര? പെർ ഷെയർ പെർ ന്യൂ ഷെയർ കേട്ടോ. എത്ര? 20. അപ്പോൾ 50,000 ഡിവൈഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ 2,500 കിട്ടും. 2,500 ഷെയർ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ
നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.